ഹായ്, എല്ലാവർക്കും സ്വാഗതം ബെനീസ് വ്ലോഗ്സിലേക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ യുങ്ഫ്രോ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഐസ് പാലസിലെ കാഴ്ചകളും അതുപോലെ തന്നെ യുങ്ഫ്രോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആദ്യം കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെയാണ്. ഐസ് പാലസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് ഈ ജർമ്മൻ വേർഡായതുകൊണ്ട് ഐസ് പാലസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അലേറ്റ്സ് ഗ്ലേഷ്യറിൻ്റെ ഉള്ളിൽ കൊത്തിയെടുത്ത ഒരു മഞ്ഞ് കൊട്ടാരവും തുരങ്കങ്ങളുമാണ് ഈ ഐസ് പാലസ് എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഹിമാനിയുടെ ഉള്ളിൽ നിർമ്മിച്ച ഐസ് ടണലുകൾ ആണിത്. ഈ യുങ്ഫ്രോ കെട്ടിടത്തിൽ നിന്ന് ഏകദേശം 20 മീറ്റർ താഴെയായിട്ടാണ് ഈ ഐസ് പാലസ്. ചുറ്റുമുള്ള മഞ്ഞെല്ലാം പുരാതന ഹിമാനി മഞ്ഞാണ്. ഇതാണ് നമ്മുടെ ഐസ് പാലസിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. ഇവിടെ വരെ മഞ്ഞില്ല, ഇവിടെ നിന്ന് താഴോട്ട് മുഴുവൻ ഐസാണ്. നമ്മളകത്ത് ഐസ് ശില്പങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ തുടങ്ങിയവ, സുതാര്യമായ നീല നിറത്തിലുള്ള ഹിമാനി മഞ്ഞ്, ഹിമാനികളുടെ രൂപീകരണം, കാലാവസ്ഥ മറ്റും വിശദീകരിക്കുന്ന ബോർഡുകൾ, ഒരു ജീവസുറ്റ ഹിമാനിയുടെ ഉള്ളിലേക്ക് നടക്കുന്നു എന്ന അതുല്യ അനുഭവം, ഇതെല്ലാം അത് നമുക്ക് പ്രദാനം ചെയ്യുന്നു. ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും വലിയ ഹിമാനിയായ അലേറ്റ്സ് ഗ്ലേഷ്യറിൻ്റെ ഉള്ളിലാണിത്. വർഷം മുഴുവൻ തണുപ്പ് 0 താഴെയാണ്. ഹിമാനി നീങ്ങുന്നതിനാൽ ഈ ഐസ് പാലസ് ഇടയ്ക്കിടെ പുതുക്കി കൊത്തിയെടുക്കേണ്ടി വരും. ഇവിടെ നോൺ സ്ലിപ്പ് ഫ്ലോർ ഉള്ളതിനാൽ സന്ദർശിക്കാൻ സുരക്ഷിതമാണ്. കുടുംബത്തോടൊപ്പം പോകാൻ പറ്റിയ സ്ഥലമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3454 മീറ്റർ ഉയരത്തിലാണ് ഈ യുങ്ഫ്രോയിലെ ഐസ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. ലിഫ്റ്റ് വഴി എത്തിച്ചേരാൻ പറ്റും. നമുക്ക് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഹിമാനിയുടെ ഉള്ളിലൂടെ നടക്കുന്ന അതുല്യമായ ഒരു അനുഭവമാണ് നമുക്കിപ്പം ലഭിക്കുന്നത്. നമ്മൾ ഈ മഞ്ഞുമലയുടെ ഉള്ളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോ ചുവടും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അലേറ്റ്സ് ഗ്ലേഷ്യർ എന്ന മഹത്തായ ഹിമാനിയുടെ ഉള്ളിലൂടെയാണ്. ഈ മഞ്ഞ് സാധാരണ മഞ്ഞല്ല, നൂറ്റാണ്ടുകൾ കടന്നുപോയ ഹിമാനിയുടെ ശ്വാസം തന്നെയാണ്. ചുറ്റും നോക്കൂ, സുതാര്യമായ നീല നിറത്തിലുള്ള മഞ്ഞ്, അതിൽ കൊത്തിയെടുത്ത മനോഹരമായ ഐസ് ശില്പങ്ങൾ, ചിലത് മൃഗങ്ങളുടെ രൂപത്തിൽ, ചിലത് മനുഷ്യൻ്റെ സങ്കല്പങ്ങളായി. ഈ തുരങ്കങ്ങൾ മുഴുവൻ മനുഷ്യൻ തന്നെ കൊത്തിയെടുത്തതാണ്. ഹിമാനി പതുക്കെ നീങ്ങുന്നതിനാൽ ഇത് ഇടയ്ക്കിടെ പുതുക്കി നിർമ്മിക്കേണ്ടി വരും. അതായത് ഇന്ന് നിങ്ങൾ കാണുന്നത് നാളെ ഉണ്ടാകണമെന്നില്ല, അത്രയും ജീവസുറ്റതാണ് ഈ ഹിമാനി. കണ്ടവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. പല ഇതിൻ്റെ മൃഗങ്ങളുടെയും ഒക്കെ ഷേപ്പിൽ കുത്തിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയെല്ലാം ആവശ്യത്തിനുള്ള ലൈറ്റിംഗ് ഉണ്ട്. എല്ലാം മൊത്തം ഈ ഐസാണ്. നമ്മൾ വീഡിയോ എടുക്കേണ്ടതിനാൽ ഒരു കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് കയറുമ്പോഴേ തന്നെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ കൈ മരയ്ക്കാൻ തുടങ്ങും. മൃഗങ്ങളുടെ മറ്റ് മുയലിൻ്റെ, അതുപോലെ മൂങ്ങ, എല്ലാം
കൊത്തിവെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇടവഴികളായിട്ട് പല ഉൾവഴികളുണ്ട്. വേറൊരു പ്രതിമ. കഴുകൻ പറക്കാൻ നിൽക്കുന്ന പോലെ. ഇവിടെയുള്ള തണുപ്പ് വർഷം മുഴുവനും 0-നും താഴെയാണ്. എങ്കിലും സുരക്ഷിതമായി നടക്കാൻ നോൺ സ്ലിപ്പ് ഫ്ലോറിങ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ട മലയുടെ ഐസ് പാലസിൽ കയറി ഉടനെ തന്നെ ഇറങ്ങിപ്പോരുകയത്. അവിടെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ഞങ്ങൾ അങ്കിള് ഫാമിലിയായിട്ട് ഇതിനു മുമ്പിൽ യൂറോപ്പ് യാത്രയിൽ പോയപ്പോഴത്തേനും ആൻറ്റി ഇങ്ങനെ ഈ ഐസിൽ സ്ലിപ്പ് ചെയ്ത് താഴെ വീണിട്ട് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സർജറിയും ഒക്കെ വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ അധികം ഈ ഐസ് ഫ്ലോർ വഴി പിന്നെ നടക്കാൻ പിന്നെ അനുവദിക്കുന്നില്ല. നമ്മളെ മാക്സിമം നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ കാലും കൈയൊക്കെ ഒടിഞ്ഞ് കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 കൈയും പിടിച്ചൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് അത് റിസ്ക് ആയതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടാലറിയാം ഇവിടുത്തെ തണുപ്പിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അത്രയ്ക്കും തണുപ്പാണ്. പിന്നെ ഈ ഇതുപോലെയുള്ള ഐസ് പാലസൊക്കെ സന്ദർശിക്കണമെങ്കിൽ നമ്മുടെ ഷൂസും അതുപോലെ നല്ല ഗ്രിപ്പുള്ളതായിരിക്കണം, അല്ലെങ്കിൽ തെന്നാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ മലകൾ സന്ദർശിക്കുമ്പം സെപ്പറേറ്റ് അതുപോലെയുള്ള ജാക്കറ്റും ഈ അതിനുള്ള ഷൂസും ഒക്കെ ആയിട്ടാണ് നമ്മൾ കരുതിയാണ് വരുന്നത്. ഇവിടെ എല്ലാം ചുറ്റിനും മഞ്ഞാണ്, ഭയങ്കര കട്ടിയുള്ള മഞ്ഞ്. നമ്മൾ ഓൾമോസ്റ്റ് ഇതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ മടങ്ങുവാണ്. അതുപോലെ തണുത്ത് ഒരുമാതിരി മരച്ച പോലെയായി. എന്നാലും ഈ ഒരു ഐസ് പാലസ് കാണുക എന്നുള്ളത് ഒരനുഭവം തന്നെയാണ്. കഴിഞ്ഞു നമ്മൾ ഈ ഒരു നട ഇറങ്ങി വരുമ്പോഴാണ് ഐസ് പാലസിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു മെറ്റൽ പിന്നെ ഇതാണ് നമ്മൾ നടക്കുന്ന ഫുഡ് സ്റ്റെപ്സ് വയ്ക്കുന്നിടം മെറ്റലാണ്. ബാക്കി എല്ലാ സൈഡും ഇവിടെ മഞ്ഞ് തന്നെയാണ്. ആൾക്കാർ കാണാൻ പോകുന്നവരുണ്ട്. കണ്ടവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നു. ഞങ്ങളിനി നമ്മൾ ആദ്യമേ വന്ന് ട്രെയിൻ വന്ന് ഇറങ്ങിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഈ ലോഞ്ചുകളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ സ്വിസ് ആർമി നൈഫ് എന്ന് പറഞ്ഞ്. ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ടൂൾ ബോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നമ്മളീ പോകുന്ന എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ചെന്നിടത്തെല്ലാം ഇതുണ്ടായിരുന്നു. ഇത് ഇത്രയും നല്ല ഒരു
സാധനമാണെന്ന് അന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് 2000 റുപ്പീസ് മുതൽ 6000 7000 വരെ, ബിലോ 10,000 റുപ്പീസ് വരെയുള്ള ഡിഫറെൻറ്റ് പിന്നെ ഫീച്ചേഴ്സുള്ള സാധനങ്ങളുണ്ട്. വളരെ ചെറിയൊരു പേനക്കത്തിയുടെ വലിപ്പമേ ഉള്ളൂ. ബട്ട് അത് ഒരു സാധാരണ എന്ത് ആവശ്യത്തിനും ഉപകരിക്കുന്ന സാധനങ്ങളാണ് അതിലുള്ളത്. നമ്മൾ നേരത്തെ കണ്ട പിക്കാൻഡസ് ലോഞ്ച് എന്ന് കണ്ട ആ സ്ഥലത്ത് വന്നു. ഇവിടെ ഈ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. നമ്മുടെ ഇവിടുത്തെ സന്ദർശനത്തിൻ്റെ ഒരു പിന്നെ ഓർമ്മയ്ക്കായിട്ട് സ്മരണികകളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഓർക്കുക, സ്വിറ്റ്സർലൻഡ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതാണ് സ്വിസ് വാച്ചുകളുടെയൊക്കെ ഒരു ശേഖരം. ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം 40% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പോലും അറൗണ്ട് 20,000 ടു മുകളിലോട്ടാണ്. അല്ലെങ്കിൽ 19,000 17,000 ഒക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഏറ്റവും കുറഞ്ഞ്. എബോവ് 20,000 ഒക്കെയാണ് വില. അപ്പോൾ നമുക്ക് സാധാരണ ഇവിടുന്ന് പോയി അവിടെ സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ബട്ട് ക്വാളിറ്റി വൈസ് അത്രയും നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഈ ഇതുണ്ട്. ജാക്കറ്റ് നമ്മൾ അവിടുത്തെ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും എന്ന് കരുതി നമ്മളിവിടെ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ 5,000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ജാക്കറ്റിന് അവിടെ 30, 35, 40, 50,000 രൂപയൊക്കെയാണ്. വാച്ചുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഇവിടെ. പല വലിപ്പത്തിലും ലേഡീസ് ആൻഡ് ജെൻസിൻ്റെ 2 വാച്ചുണ്ട്. നമുക്ക് 40% ഓഫറുണ്ട് ഇവിടെ. ആ 40% ഓഫർ കഴിഞ്ഞാൽ പോലും ഒരു 20,000 ആകും. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മുടെ ടൂൾ ബോക്സ്. ഇതാണ് ഓരോന്നിനകത്തെയും എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളതാണ് അവിടെ അത് തുറന്ന് വെച്ച് കാണിച്ചിരിക്കുന്നത്. അതിനകത്തെ സാധനങ്ങൾ കൂടുന്നതനുസരിച്ച് വിലയും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളത് ഞാൻ വാങ്ങിച്ചില്ല. അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത്. അന്നേരം ഇത് വാങ്ങിക്കാത്ത ഭയങ്കര അബദ്ധമായി പോയല്ലോ എന്ന് ഓർക്കുന്നത്. ഇങ്ങനെ കണ്ടെങ്കിലും ഇത്ര ഉപകാരപ്രദമാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇതാണ് ജാക്കറ്റുകൾ, സൺഗ്ലാസസ്. ഐസ് പാലസിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ നമ്മുടെ ഒരു ആശ്വാസമായി. അവിടുത്തെ ഇവിടെ എല്ലാം ഗ്ലാസ്സിനുള്ളിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പിന്നെ ഈ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ഇവിടെ നമുക്ക് ചൂടുണ്ട്, തണുപ്പില്ല. ഈ ഒരു ബിൽഡിങ്ങിനുള്ളിലായതുകൊണ്ട്. നമ്മൾ വെളിയിലാണെങ്കിൽ നമുക്കൊരു രക്ഷയില്ല, അതുപോലെ തണുപ്പാണ്. കോഫി മഗ്ഗുണ്ട്. അതുപോലെ നമ്മളിവിടെ വന്നെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് പിന്നെയും അവശേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും സ്മരണിക ഇവിടെ നിന്ന് വേണേൽ വാങ്ങിക്കാം. ഓർക്കുക, സ്വിറ്റ്സർലൻഡാണ് എല്ലാത്തിനും നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞും ഒരു 5 ഇരട്ടി 7 ഇരട്ടിയൊക്കെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ മേക്ക് യൂറോപ്പോ സ്വിറ്റ്സർലൻഡോ ഏതെങ്കിലും ആയിരിക്കും. ക്വാളിറ്റി അത്രയ്ക്കും നല്ലതായിരിക്കും. കയ്യുറകൾ, ക്യാപ്സ്, സ്പ്രേകൾ, ജാക്കറ്റുകൾ, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്.
നമ്മൾ വന്നപ്പം നല്ല ക്ലിയർ സ്കൈയും എല്ലാമായിരുന്നു. ഇപ്പം നമ്മൾ ആ ജനൽ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. മഴ പെയ്യുന്നുണ്ട്, പൊടിക്കുന്നുണ്ട്. ആ ഗ്ലാസ് വഴി, പിന്നെ ജനലിൻ്റെ ഗ്ലാസ് വഴി വെള്ളം മുഴുവൻ നിറയും. ഈ ഇത് മഴ പെയ്തപ്പോഴത്തേന് മഴ ചാരിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ട്രേസസാണ്. സൈഡ് വഴി ഒഴുകി ഇറങ്ങുന്നുണ്ട് വെള്ളം. ഈ സമയത്ത് നമുക്ക് വെളിയിൽ ഇറങ്ങിയാൽ തണുത്ത് മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ചെറുതായിട്ട് നമുക്ക് ആ ഗ്ലാസ് വഴി വെള്ളം താഴോട്ട് ഒഴുകി ഇറങ്ങുന്ന കാണാം. അപ്പോൾ ഒരു ഡ്രിസ്ലിംഗ് പോലത്തെ ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നമ്മൾ വെളിയിൽ അതിൻ്റെ ബാൽക്കണിയിലൊക്കെ പോയ സമയത്ത് അന്തരീക്ഷം വളരെ ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ടെല്ലാം കാണാനും പറ്റി. അതുപോലെ തന്നെ ക്ലിയറായിട്ട് നമുക്ക് ആ ഔട്ടർ എല്ലാം ആസ്വദിക്കാൻ പറ്റി, കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. ഇങ്ങനെ ചെറിയ മഞ്ഞ് പോലത്തെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ജങ്ഫ്രോയുടെ മുകളിലത്തെ കാഴ്ചകൾ ജങ്ഫ്രോ അല്ല, യുങ്ഫ്രോ എന്നാണ് മലയാളത്തിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അടുത്ത കാഴ്ചകൾ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.